ഭരണം തുടങ്ങി അധികമാവുന്നതിന് മുൻപ് തന്നെ വി.ഡി. സതീശൻ സർക്കാരിന്റെയും യു.ഡി.എഫിന്റെയും അണിയറ കളികളും യഥാർത്ഥ മുഖവും പുറത്തു വന്നു തുടങ്ങി. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുൻപിൽ വലിയ ആശയദൃഢതയും സുതാര്യതയും വിളമ്പിയ സതീശൻ ഭരണത്തിലേറിയതോടെ കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിന് മുൻപിൽ നട്ടെല്ല് പണയം വെച്ചു. ഈ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, യു.ഡി.എഫിന്റെ പ്രധാന വോട്ട് ബാങ്കായ സമസ്ത ഇ.കെ. വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം തന്നെയാണ്. ഭരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ സതീശൻ സർക്കാർ ജനങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് അന്തർനാടകങ്ങൾ കളിക്കുകയാണെന്നാണ് പത്രത്തിന്റെ മുഖപ്രസംഗം കടുത്ത ഭാഷയിൽ തുറന്നടിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത കാര്യങ്ങൾ ഭരണപക്ഷത്തെത്തിയപ്പോൾ നടപ്പാക്കാൻ സതീശൻ തിടുക്കം കൂട്ടുന്നത് ആരെ പ്രീണിപ്പിക്കാനാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. സതീശൻ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലോ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇറക്കിയ ധവളപത്രത്തിലോ കേന്ദ്ര സർക്കാരിനെതിരെ ഒരൊറ്റ വരി വിമർശനം പോലും വരാതിരിക്കാൻ കാട്ടിയ അതീവ ജാഗ്രത അങ്ങേയറ്റം ദുരൂഹമാണ്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടഞ്ഞു വെക്കുന്നതിനെതിരെ മുൻപ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ വായിൽ സംസാരിച്ച സതീശൻ ഇപ്പോൾ കേന്ദ്രത്തിന്റെ തിട്ടൂരങ്ങൾക്ക് മുൻപിൽ മൗനം പാലിക്കുന്നത് ബി.ജെ.പി. നേതൃത്വവുമായുള്ള ഒത്തുകളിയുടെ ഭാഗമാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. ഗവർണറുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് കേന്ദ്ര വിമർശനം ഒഴിവാക്കിയത് എന്ന ന്യായീകരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് വൻ വിവാദമുണ്ടാക്കിയ കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ സതീശൻ സർക്കാർ നടത്തുന്ന മലക്കം മറിച്ചിൽ ഇതിന് അടിവരയിടുന്നുണ്ട്. അധികാരത്തിലെത്തിയാൽ ഈ പദ്ധതി റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ച് വോട്ട് പിടിച്ച യു.ഡി.എഫ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അടിപതറുകയാണ്. മുൻ സർക്കാർ ക്യാബിനറ്റ് അറിയാതെ കരാറിൽ ഒപ്പിട്ടതാണ് പ്രശ്നമെന്നും ക്യാബിനറ്റ് അറിഞ്ഞുകൊണ്ട് ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എന്നുമുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രസ്താവനയും വഞ്ചനാപരമാണ്. തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിന്റെ ഈ തിട്ടൂരത്തെ ശക്തമായി ചെറുക്കുമ്പോഴാണ് കേരളത്തിലെ പുതിയ ഭരണകൂടം കേന്ദ്രത്തിന് മുന്നിൽ കീഴടങ്ങാൻ വഴി തേടുന്നത്. ഇതിലും ഭീകരമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് സതീശൻ സർക്കാർ നൽകുന്ന പരോക്ഷ പിന്തുണ. MG യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൈസ് ചാൻസലർമാരെയും സെനറ്റ് അംഗങ്ങളായും ബി.ജെ.പി. സംഘപരിവാർ അനുഭാവികളെ തിരികെ കയറ്റാൻ ഗവർണർ നടത്തുന്ന അമിതാധികാര പ്രവണതകൾക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ പുതിയ സർക്കാരിന് പറ്റുന്നില്ല. സർവകലാശാലകളെ കാവ്യപ്പടയുടെ താവളമാക്കാനുള്ള RSS അജണ്ടകൾക്ക് മുന്നിൽ സതീശൻ സർക്കാർ പുലർത്തുന്ന ഈ കുറ്റകരമായ മൗനം അങ്ങേയറ്റം അപകടകരമാണ്. എതിരാളികളുടെ പരാജയം കൊണ്ട് മാത്രം ഭരണകസേരയിലെത്തിയവർ എല്ലാ കാലത്തും ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. മടിയിൽ കനമില്ലെന്ന് പറഞ്ഞ് കള്ളത്തരങ്ങൾ കാട്ടിയ മുൻ ഭരണാധികാരികൾക്ക് ജനങ്ങൾ നൽകിയ വിധി സതീശനും കൂട്ടനും മറക്കുകയും അരുത്. സുതാര്യതയില്ലാത്ത കാണാച്ചരടുകളുള്ള കരാറുകളുമായി മുന്നോട്ടു പോയാൽ ഈ ഒളിച്ചുകളിക്ക് കേരളത്തിലെ ജനങ്ങൾ നട റോട്ടിൽ വെച്ച് വിചാരണ ചെയ്യുമെന്ന കനത്ത മുന്നറിയിപ്പാണ് സ്വന്തം മുന്നണിയുടെ നെടുംതൂണായ സമസ്ത തന്നെ സതീശൻ സർക്കാരിന് നൽകിയിരിക്കുന്നത്.